വലിയ നഷ്ടമാണല്ലേ? 50 കോടി രൂപയുടെ നഷ്ടം കെട്ടിടത്തിലെ പല ഭാഗത്തും ഉണ്ടായതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉടമയ്ക്കടക്കം കോടികളുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ സനിയു? തീർച്ചയായും ഉണ്ടായിട്ടുണ്ടാകും, അതിലൊരു സംശയവുമില്ല. അദ്ദേഹം ഇന്നലെ വൈകിട്ടൊക്കെ വല്ലാത്ത മാനസിക ആഘാതം അനുഭവിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഈ തീ ഇങ്ങനെ കത്തിപ്പടരുന്ന സാഹചര്യത്തിൽ കടയ്ക്കുള്ളിലേക്ക് ഓടിക്കയറാൻ നോക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. അദ്ദേഹം അപ്പോൾ പറഞ്ഞിരുന്നത് എൻ്റെ സാധനങ്ങൾ പോയി, എൻ്റെ ജീവിതം പോയി, ആളുകൾ ഇതിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നൊക്കെയുള്ള പേടിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അങ്ങനെ പേടിച്ച് അദ്ദേഹം ഓടുന്നു. അപ്പോൾ പോലീസ് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ ഇന്ന് കണ്ടതാണ്. ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇന്നിവിടെ വരാനുള്ള ഒരു കെൽപ്പുണ്ടാവില്ല എന്നുള്ളതാണ്. അത് നമ്മളും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഇവിടെയുള്ള ആളുകളാണോ നിങ്ങൾ? മുനിസിപ്പാലിറ്റി ജീവനക്കാരാണോ? ഇവിടെ എങ്ങനെയാണ് ഇതിനൊരു അശാസ്ത്രീയമായാണോ ഈ നിർമ്മാണങ്ങളൊക്കെ? നമ്മളെ ബസ് സ്റ്റാൻഡിൽ ഇപ്പം നിലവിൽ നിന്നുകൊള്ളുന്ന ബസ്സാണ്. 4:20 ഇന്നലെ തീ പുറത്തേക്ക് കാണാൻ ഞങ്ങൾ അങ്ങനെ ഓടിപ്പിടിച്ചത്. അപ്പോൾ അത് ഒരു 5 മണിയാകുമ്പോഴേക്ക് വലിയ ഇതിലേക്ക് വന്ന് അപ്പോൾ നമ്മൾ പോലീസൊക്കെ ഇവിടെ എത്തി. എന്നാലും അവർക്കൊരു ചെറിയ സാഹചര്യ തടസ്സമായി. ഈ ഷട്ടർ കടന്ന് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി. അതാണ് ഇത്ര ഭീകരം ഉണ്ടാക്കിയത്. ഷട്ടർ കടന്ന് മേലോട്ട് പോകുന്ന സാഹചര്യമാണ്. ഇങ്ങോട്ട് കയറാൻ പറ്റിയില്ല അല്ലേ? വെള്ളം കൊണ്ട് അവരെ തീയിലേക്ക് എത്താൻ കഴിയില്ല. ഒന്നാമത് ഞായറാഴ്ച ആയതുകൊണ്ട് അവർക്ക് എന്തായില്ല, ഷോപ്പ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് അങ്ങോട്ട് കയറാൻ കഴിയും, ഉള്ളിൽ കൂടെ കയറാൻ കഴിഞ്ഞില്ല. അങ്ങനെ ജനങ്ങളും വയ്യൂർ ഇവിടുത്തെ വ്യാപാരികളും പോട്ടർമാരൊക്കെ വയ്യൂർ കച്ചവടമൊക്കെ ഏറ്റവും നല്ലോണം സഹകരിച്ചുകൊണ്ട് ഇത്ര വലിയൊരു ദുരന്തം ഒഴിവാക്കി. അതായത് ഇവിടെ ഈ കെട്ടിടങ്ങൾ ഇങ്ങനെ ചുറ്റിലും കെട്ടിമറച്ച് പരസ്യ ബോർഡുകൾ നിറച്ച് അങ്ങനെയൊക്കെയാണുള്ളത്. അതൊക്കെ ഒരു തടസ്സമായിട്ടുണ്ടാവും അല്ലേ? അതൊരു തടസ്സമായതുകൊണ്ടാണ്. അതാണ് വെള്ളം നമ്മൾ എയർപോർട്ടിലെ വരെ വന്ന വണ്ടി വന്നത്, എയർപോർട്ടിലെ പൈപ്പ് വണ്ടി വരെ വെള്ളം കയറാത്തത്. അരുൺ അതാ പറഞ്ഞത് ശരിയാണ്. കാരണം ഇവിടെയുള്ള ഫയർഫോഴ്സ് സംവിധാനങ്ങൾക്ക് അവിടേക്ക് വെള്ളം എത്തിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ എയർപോർട്ടിലെ അത്യാധുനിക സംവിധാനം വന്നതിന് ശേഷമാണ് ഈ നടുഭാഗത്തേക്ക് വെള്ളം എത്തിക്കാൻ കഴിഞ്ഞത്. ചേട്ടാ, വ്യാപാരി വ്യവസായിന്റെ ആളുകളാണോ? വ്യാപാരി വ്യവസായിന്റെ ആളുകളാണ്, നാട്ടുകാരാണ്. ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നു. ഒക്കെ ജീവൻ കൊണ്ട് ഓടിയതാണ്. അപ്പം ലോട്ടറി കട ഇപ്പം അത് അടച്ചിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്കത് തുറക്കാൻ കഴിയുന്നില്ല. അതിനകത്ത് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ 12ഓളം കടകളുണ്ട് ഇതിൻ്റെ അകത്ത്. ഈ 12ഓളം കടകളിലൊക്കെ ലക്ഷക്കണക്കിന് ഉറുപ്പ്യൻ്റെ ലോട്ടറി ടിക്കറ്റ് ഉണ്ട്. ഇന്ന് 3 മണി കഴിഞ്ഞാൽ അത് വേസ്റ്റാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിച്ചിട്ടാണ് നിൽക്കുന്നത്. ആ അവസ്ഥയിലാണ് ഇവരാണെന്നുണ്ടെങ്കിൽ അനധികൃതമായിട്ട് ഇതൊക്കെ കെട്ടിണ്ടാക്കിയത്. ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സംഭവങ്ങളാണ്. അതാണ് അരുൺ, എല്ലാവർക്കും പലതരത്തിലുള്ള നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ വരുന്ന നിമിഷങ്ങളിൽ തേടാവുന്നതാണ്. ഇപ്പോൾ എന്തായാലും ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ അവിടെ നിൽക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് കാണാൻ ആ ദൃശ്യങ്ങളൊന്ന് നോക്കൂ. പരസ്യ ബോർഡുകൾ വെച്ചുകൊണ്ട് മറച്ചിരിക്കുന്ന ഷീറ്റുകളാണ് ഇന്നലെ ഈ അപകടത്തിന് ഇത്രയും ആഴം കൂട്ടിയത്. 5 മണിക്കൂറോളം വൈകിയാണ് ഫയർ ഫൈറ്റേഴ്സിന് അവിടെ അഗ്നിശമന സേനാംഗങ്ങൾക്ക് അവിടെ ചെല്ലാൻ സാധിച്ചതും അത് പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചതും. അത്ര സമയമെടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ മേയർ സംഭവ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. മേയറുടെ പ്രതികരണം നമുക്ക് വേണമെങ്കിൽ ഒന്ന് എടുക്കാവുന്നതാണ് ഈ ഘട്ടത്തിൽ. അതിനുശേഷം നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം. എന്തായാലും ഈ അനാസ്ഥ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. തീപിടുത്തത്തിന് കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഒരുപക്ഷെ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം. അതിങ്ങനെ പടർന്നു പിടിക്കാനും വേഗം നിയന്ത്രിക്കാനും കഴിയാതിരുന്നതിൻ്റെ കാരണം ഒരു തരത്തിലുള്ള ചട്ടവും പാലിക്കാതെ നിർമ്മിച്ച കെട്ടിടമാണ് എന്നുള്ളത് വ്യക്തമാണ്. കോഴിക്കോട് നഗരഹൃദയത്തിൽ കോർപ്പറേഷൻ്റെ അധീനതയിൽ സ്ഥിതി ചെയ്യുന്നൊരു കെട്ടിടം. ആ കെട്ടിടത്തിൽ വാടകയ്ക്കെടുത്ത് കച്ചവടം നടത്തിയിരുന്ന ആളുകൾ പിന്നീട് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ തോന്നുന്ന പടി ഈ ഷീറ്റുകൾ വെച്ച് പരസ്യപ്പലകകൾ വെച്ച് വാതിലുകൾ മറച്ചു. അങ്ങനെ പലപ്പോഴും തീപിടിക്കുന്ന ഘട്ടത്തിൽ അതിനുള്ളിലേക്ക് കടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് മനുഷ്യർക്ക്. ഇന്നലെ ഇതേപോലെ മറ്റൊരു വാർത്ത വന്നിരുന്നു. അത് ചാർമിനാറിൽ നിന്ന്, നമ്മുടെ ഹൈദരാബാദിൽ നിന്ന് വന്ന വാർത്തയാണ്. 17ഓളം മനുഷ്യരാണ് ജീവൻ നഷ്ടപ്പെട്ടത്, 8 കുട്ടികളടക്കം. അപ്പോൾ ഇന്നലെ ആളപായം ഇല്ലായിരുന്നു കോഴിക്കോട്ട് എന്നുള്ളത് ആശ്വാസകരമാണെങ്കിലും ഇതേപോലെ ചട്ടം ലംഘിച്ച് ബോർഡുകളും പരസ്യ ബോർഡുകളും ഷീറ്റുകളും ഒക്കെ വെച്ചുകൊണ്ടാണ് ഈ നിർമ്മാണം നടത്തിയത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ചട്ടലംഘനമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കോർപ്പറേഷൻ്റെ അന്വേഷണത്തിൽ ഇത് കൂടുതൽ ബോധ്യമാവുകയും ചെയ്യും. അതായത് കണ്ണിന് മുന്നിൽ കാണാം നമുക്ക് ഇതേപോലെ പരസ്യ ബോർഡുകൾ വെച്ചാൽ അതിനുള്ളിൽ ഫയർ ഫൈറ്റേഴ്സിന് കടന്നു ചെല്ലാൻ കഴിയില്ല, പെട്ടെന്ന് തീപിടിച്ചാൽ അത് രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് അറിയാം എന്നിരിക്കെ അതിന് മുന്നിലൂടെയൊക്കെ അഗ്നിശമന സേനാംഗങ്ങളൊക്കെ പലതവണ പോയിട്ടുണ്ടാവും. അത്തരം പ്രതികരണങ്ങളോ അല്ലെങ്കിൽ അത്തരം അന്വേഷണങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഇതൊക്കെ നമ്മുടെ ചുറ്റും കാണുന്നത് കൂടിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കണം, നമ്മളൊക്കെ വീട് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങുമ്പോൾ പലപ്പോഴും ഒരു ബാൽക്കണി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ആ ബാൽക്കണിയുടെ ഒരു പരസ്യമാണല്ലോ നമ്മൾ പലപ്പോഴും ആകർഷിക്കപ്പെടുന്നത് ഈ ഫ്ലാറ്റുകളിലേക്ക്. ആ ബാൽക്കണി ഉടൻ തന്നെ അങ്ങ് കെട്ടിയടയ്ക്കും.
കെട്ടിയടച്ചിട്ട് അതൊരു മുറിയായിട്ട് ഉപയോഗിക്കുന്ന പലരെയും നമ്മുടെ ജീവിതത്തിൽ കണ്ടു. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ശരിയാണ്, കുട്ടികൾ താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ചെറിയ ഗ്രില്ലുകളൊക്കെ വെച്ച് പിടിപ്പിക്കാം. പക്ഷേ അതുപോലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് ഫ്ളാറ്റുകൾ വാങ്ങുമ്പോഴാണെങ്കിലും ശരി, വീടുകൾ വയ്ക്കുമ്പോഴാണെങ്കിലും ശരി, ഈ ഫയർ ഫൈറ്റേഴ്സിന് ഉള്ളിൽ കടക്കാനുള്ള സംവിധാനം നിങ്ങൾ ഉണ്ടാക്കണം. നമുക്കറിയില്ല എപ്പോഴാണ് തീ പിടിക്കുക, എപ്പോഴാണ് ഇതേപോലെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. ആ സമയത്ത് നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടി തീരും എന്നുള്ളതാണ്. എന്തായാലും ആളപായമില്ല കോഴിക്കോട് എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. ഒരു 10-40 കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കടക്കാരന് തന്നെ ഒരുപാട് രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. സ്കൂൾ തുറക്കാൻ പോവുകയായിരുന്നു, ഒരു റീറ്റെയിൽ വ്യാപാരി ആയിരുന്നു.